ജീവിച്ച ഒരാളായിരുന്നു. നല്ല രീതിയിൽ ജീവിച്ചു. ഇപ്പം ഏറ്റവും ലോയലായി തിരുവോര കച്ചവടത്തിലായി. ഹായ് സുഹൃത്തുക്കളെ, ജവാദാണ്. ഞാൻ തോന്നുന്നുണ്ട് നമ്മുടെ പട്ടാമ്പി പാലക്കാട് റോഡിലെ ഒറ്റപ്പാലത്തുള്ള മനശ്ശേരി എന്ന സ്ഥലത്താണുള്ളത്. ഇവിടെ ഒരു വഴിയോര കച്ചവടം ചെയ്യുന്ന ഒരു ഏട്ടുണ്ട്. തണ്ണിമത്തൻ ജ്യൂസ്, ഫ്രൂട്ട് സലാഡ് എന്നിങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ ഏട്ടനെ പോയിട്ട് പരിചയപ്പെടാം. ആ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ ജോൺ ചേട്ടനാണിത്. അപ്പോൾ ജോണേട്ടൻ്റെ കച്ചവടങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ജോണേട്ടൻ പറയാം. എന്തൊക്കെയാണ് ജോണേട്ടൻ? തണ്ണിമത്തൻ ജ്യൂസ്, നാടൻ മോര്, പിന്നെ നെല്ലിക്ക കാന്താരി, ഫ്രൂട്ട് സലാഡ്. ഫ്രൂട്ട് സലാഡ് ഈ 3 ഐറ്റമാണ് ചെയ്യുന്നത്. ഈ 3 ഐറ്റമാണ് ഇവിടെ ചെയ്യുന്നത്. അത് എത്ര രൂപയാണ്? ഫ്രൂട്ട് സലാഡ് 50 രൂപയാണ്, തണ്ണിമത്തൻ 25 രൂപയാണ്, മോര് 25 രൂപയാണ്, നെല്ലിക്ക കാന്താരി 30 രൂപയാണ്. കാലത്ത് എത്ര മണിക്കാണ്? രാവിലെ 9:30 മുതൽ ഒരു 3:30 മണി വരെ ഉണ്ടാവും. നമ്മൾ സാധാരണ വഴിയോര കച്ചവടം വ്യത്യസ്തമായിട്ട് ഏട്ടൻ്റെ ഡ്രസ്സിംഗ് രീതിയൊക്കെ എന്താണ് അതിൻ്റെ ഒരു ഡിഫറൻസ്? അത് ചെറുപ്പം മുതലേ ഈ രീതിയിൽ ഡ്രസ്സ് ധരിച്ച് ശീലിച്ച ഒരാളാണ്. അപ്പം അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. എന്ത് തൊഴിൽ ചെയ്തിരുന്നാലും ഈ ഡ്രസ്സ് തന്നെ. ഓക്കെ, ആദ്യം എന്ത് ബിസിനസ് ചെയ്തിരുന്നെങ്കിൽ? ഫർണിച്ചർ ബിസിനസ്. പിന്നെ എങ്ങനെ കൊറോണ തകർന്നു പോയി. കണ്ടമാനം ഇൻസ്റ്റാൾമെന്റ് കൊടുത്തു, പക്ഷെ അത് പൈസകളൊന്നും കിട്ടാതെയായി. അങ്ങനെ തകർന്നു. അപ്പോൾ നല്ല രീതിയിൽ ജീവിച്ച ഒരാളായിരുന്നു. നല്ല രീതിയിൽ ജീവിച്ചു. ഇപ്പം ഏറ്റവും ലോയലായി തിരുവോര കച്ചവടത്തിലായി. മക്കളെ? ഒരു മോനും ഒരു മോള്. മോൻ എറണാകുളത്ത് ഇന്റീരിയൽ വർക്കാണ്. മോള് മാർത്താണ്ഡത്താണ് കെട്ടിച്ചത്. അപ്പോൾ വീട് ഇവിടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിന്റെ അടുത്ത് അവണൂരെന്ന് പറയും. ബിസിനസ് തകർന്നപ്പോൾ വീടും എല്ലാം പോയോ? എല്ലാം പോയി. അപ്പോൾ വാടകയ്ക്കാണോ? ജീവിതം മൊത്തം പോയി ചുരുക്കം പറഞ്ഞ. കാരണം വീട് വരെ പോയി. വീട് വിറ്റ് ലോൺ അടയ്ക്കേണ്ടി വന്ന് ഇപ്പം വാടകയ്ക്കാണ്. ഓക്കെ, എങ്ങനെ പോകുന്നു ഇപ്പോൾ ഈ കച്ചവടം? ഇപ്പം ഡെവലപ്പായി വരുന്നു. SLR കൂടുതൽ ആളുകളോട് വന്ന് ചോദിച്ചു. അതെ, അത് വെറൈറ്റി സാധനം ആയതുകൊണ്ട്. കാരണം ഒരു കൃത്രിമമില്ല. ആപ്പിളും പൈനാപ്പിളും പപ്പായയും പാലും പഞ്ചസാരയും മാത്രം. ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കില്ല. അപ്പോൾ വരുന്ന കസ്റ്റമർ നല്ല ഹാപ്പി ആക്കി വിടുന്നു. അതെ, കഴിക്കുന്നവർ നന്നായിട്ട് കഴിച്ചു പോവുക. ഓക്കെ. ഒരു ഗ്ലാസ് കഴിക്കുമ്പോൾ വിശപ്പും ദാഹവും തീരും. നമുക്ക് സന്തോഷവും. അതെ, മറ്റുള്ളവരുടെ തൃപ്തിയാണ് നമ്മുടെ സന്തോഷം. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് നമ്മളെ ഏട്ടൻ്റെ ഫ്രൂട്ട് സലാഡിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് കേൾക്കാം. ഞാൻ കോട്ടയത്തു നിന്ന് ഇപ്പോൾ യാത്രയിൽ ചേട്ടൻ്റെ കട കണ്ടിട്ട് കയറിയത് കഴിച്ചാണ്. നമ്മൾ ഈ കൊടുക്കുന്ന പൈസയും മുതലുണ്ട്. നല്ല ഒരു 50 രൂപയ്ക്കെന്ന് പറഞ്ഞാൽ നല്ല ലാഭമാണ്. പുറകിൽ പുറത്തൊരു കടയിലാണെങ്കിൽ ഇതിൻ്റെ കട്ട് റേറ്റാവും. സലാഡ് നല്ല നമ്പർ 1. കൊടുക്കുന്ന പൈസക്കുള്ള മൂല്യത്തിനുള്ള ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ ഉണ്ട്. പിന്നെ പുള്ളി അത് നല്ല ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ട്. ഇത് കുഴപ്പമില്ല. എന്തായാലും നല്ലൊരു സംരംഭമായിട്ട് എനിക്ക് തോന്നി. നന്നായിരിക്കും. ഏട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് ലോനപ്പൻ. എന്താണ് ഏട്ടൻ ഓർഡർ ചെയ്ത് കഴിക്കാൻ? ഞാൻ ഇത് നെല്ലിക്ക മോരുംവെള്ളം, നെല്ലിക്ക കാന്താരി ജ്യൂസ്, മോരുംവെള്ളം എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റാണ്. നന്നായി. എൻ്റെ സ്വദേശം ചേർത്തലയാണ്. അപ്പോൾ ഞാൻ അവിടുന്ന് വരുന്ന വഴി ഞാനിത് കണ്ടപ്പോഴത്തേക്ക്, ഈ മനുഷ്യൻ്റെ കഥ കേട്ടപ്പോഴത്തേക്ക് വളരെ ഇൻട്രസ്റ്റ് തോന്നി. ഞാൻ ഇപ്പോഴും പ്രയത്നിച്ച് ജീവിക്കാനുള്ള ഒരിതും അതുകൊണ്ട് ഇങ്ങനെ നോക്കി വരുമായിരുന്നു ഇത് എവിടെയാണെന്ന്. അപ്പോൾ വഴിക്ക് വെച്ച് കണ്ടു, ഇങ്ങനെ വന്നു. വളരെ നന്നായിട്ടുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്തു പോലെയുള്ള മനുഷ്യരെ. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ പാലക്കാട് പട്ടണത്തിലുള്ള മനശ്ശേരി എന്ന സ്ഥലത്താണ്, ഒറ്റപ്പാലത്ത്. അപ്പോൾ നമ്മളെ ജോൺ വില്ലേട്ടിനെ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നല്ല ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലുമാണ് ഫ്രൂട്ട് സലാഡ് തന്നെ എല്ലാം കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരുടെയും സപ്പോർട്ടാണ് ഏട്ടനെ വീണ്ടും ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഈ റൂട്ട് വരുമ്പോൾ എല്ലാവരും മാക്സിമം ഏട്ടൻ്റെ അടുത്ത് വരിക. ഏട്ടൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട് സലാഡൊക്കെ കഴിക്കുക. ഇവിടെ ഒരുപാട് ആളുകൾ വരുന്നത് ഫ്രൂട്ട് സലാഡിനാണ്, അല്ലേ? അതെ, ഫ്രൂട്ട് സലാഡാണ് നമ്മൾ ഹൈലൈറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ആളുകൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതുകൊണ്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.